the picture, AB and CD are perpendicular chords of the circle. Prove that the arcs APC and BQD joined together make a semicircle. ചിത്രത്തിലെ വൃത്തത്തിൽ എ ബി സി ഡി ഇവ പരസ്പരം ലംബമായ ഞാണുകളാണ്. എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാകുമെന്ന് തെളിയിക്കുക. നമുക്ക് തന്നിട്ടുള്ളത് ഒരു വൃത്തം. അതിൽ എ ബി സി ഡി എന്നുള്ളത് പരസ്പരം ലംബങ്ങളായിട്ടുള്ള ഞാണുകളാണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡ്സ് ആണ്. ഈ ചാപം എ പി സിയും ഈ ചാപം ബി ക്യു ഡിയും ഇവ രണ്ടും ചേർത്ത് വെച്ചാൽ ഒരു അർദ്ധവൃത്തം കിട്ടും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഒരു അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രകോൺ നമുക്ക് 180 ആണെന്ന് അറിയാം. ഇതൊരു ചാപം എ പി സി, ഈ ഒരു ചാപം ബി ക്യു ഡി, ഈ രണ്ട് ചാപങ്ങളും ചേർത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഒരു അർദ്ധവൃത്തം കിട്ടും, സെമി സർക്കിൾ കിട്ടുമെന്നാണ് തെളിയിക്കേണ്ടത്. ഈ രണ്ട് ചാപങ്ങളുടെയും കേന്ദ്രകോണുകളുടെ തുക 180 ആണെങ്കിൽ അവ ചേർത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഒരു സെമി സർക്കിൾ ആവും, അർദ്ധവൃത്തമാകുമെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ചാപങ്ങളുടെ കേന്ദ്രകോണുകൾ കണ്ടെത്തി അവയുടെ തുക 180 ആണ് എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പൊ ചാപം എ പി സിയുടെ കേന്ദ്രകോൺ എന്നുള്ളത് ഈ ചാപത്തിന്റെ രണ്ട് അഗ്രങ്ങൾ കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോണാണ്. അപ്പോൾ എയും സിയും ഈ കേന്ദ്രവുമായി യോജിപ്പിച്ചപ്പോൾ കിട്ടിയ ഈ ഒരു കോണാണ് ചാപം എ സിയുടെ കേന്ദ്രകോൺ എന്നുള്ളത്. ഇനി ഈ ചാപം എ സിയിലല്ലാതെ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവാണ് ഡി എന്നുള്ളത്. അപ്പൊ ചാപം എ സി വൃത്തത്തിലെ ഈ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ എ ഡി സി ആണ്. ഇപ്പൊ എ ബിയും സി ഡിയും പരസ്പരം ലംബങ്ങളായിട്ടുള്ള ഞാണുകളാണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡ്സ് ആണ്. അത് നമ്മുടെ ഉത്തരത്തിലേക്കുള്ള ഒരു സൂചനയായിരിക്കും. അതുകൊണ്ടാണ് ഈ ചാപം എ സിയെ നമ്മൾ ഈ ഡിയുമായി യോജിപ്പിച്ച് ഈ ചാപത്തിന്റെ മറുചാപത്തിലുള്ള ഒരു കോണായിട്ട് ഇത് നമ്മൾ എടുത്തത്. ചാപം എ പി സി അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും അത് വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ, അല്ലെങ്കിൽ വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഈ കോൺ എക്സ് എന്നെടുത്താൽ അതിന്റെ കേന്ദ്രകോൺ എന്നുള്ളത് 2x. അതുപോലെ ചാപം ബി ക്യു ഡിയുടെ അഗ്രബിന്ദുക്കളായ ബിയും ഡിയും കേന്ദ്രവുമായി യോജിപ്പിക്കാം. അപ്പൊ ചാപം ബി ക്യു ഡിയുടെ അഗ്രബിന്ദുക്കൾ ബിയും ഡിയും കേന്ദ്രവുമായി യോജിപ്പിച്ചപ്പോൾ കിട്ടിയ കേന്ദ്രകോണാണ് ഈ ഒരു കോൺ എന്നുള്ളത്. ഇനി ഈ ചാപം വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവായ എയിൽ ഉണ്ടാക്കുന്ന കോൺ ബി എ ഡി ആണ്. ഈ കോൺ y ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും അതിന്റെ കേന്ദ്രകോൺ. ഇതൊന്ന് നമുക്ക് എഴുതാം. അപ്പൊ ചാപം എ പി സി കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ 2x എന്നും ചാപം ബി ക്യു ഡി കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ 2y എന്നുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ എക്സും വൈയും എത്രയാണെന്ന് നമുക്കറിയില്ല. ഇവിടെ ഒരു ത്രികോണുണ്ട്. ഇത് പെർപെൻഡിക്കുലർ ലംബമായതുകൊണ്ട് ഈ കോൺ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ ത്രികോണം ഒരു മട്ടത്രികോണമാണ്. നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം, എം എന്ന് കൊടുക്കാം. അപ്പോൾ എ എം ഡി എന്നൊരു ത്രികോണം മട്ടത്രികോണമാണ്. കാരണം എ ബിയും സി ഡിയും പരസ്പരം ലംബങ്ങളാണ്, പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഈ കോൺ 90 ഡിഗ്രിയാണ്. അപ്പൊ ത്രികോണം എ എം ഡി എന്നുള്ളത് നമുക്ക് പരിഗണിക്കാം. ഈ ത്രികോണത്തിലെ രണ്ട് കോണുകളാണ് എക്സും വൈ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക 180 ആണെന്ന് അറിയാം. ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക കോൺ എ ഡി എം പ്ലസ് കോൺ ഡി എ എം പ്ലസ് കോൺ എ എം ഡി. ഈ 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ 180 ആണെന്ന് അറിയാം. അതിൽ കോൺ എ ഡി എം ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്, കോൺ ഡി എ എം വൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, പ്ലസ് കോൺ എ എം ഡി എന്നുള്ളത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ലംബമായതുകൊണ്ട് അത് 90 ഡിഗ്രിയാണ്, സമം 180. ഈ 90 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് വൈ സമം 180 മൈനസ് 90 സമം 90. അതായത് എക്സ് പ്ലസ് വൈ സമം 90. രണ്ട് ചാപങ്ങളുടെയും കേന്ദ്രകോണുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയുടെ തുക സം കാണാം. ചാപം എ പി സിയുടെ കേന്ദ്രകോൺ 2x പ്ലസ് ചാപം ബി ക്യു ഡിയുടെ കേന്ദ്രകോൺ 2y. 2 എന്നുള്ളത് ഇതിലെ രണ്ടിലെയും പൊതു ഘടകമാണ്, കോമൺ ഫാക്ടറാണ്. അപ്പൊ നമുക്ക് 2 പുറത്തേക്ക് എടുക്കാം. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. 2 കോമൺ ഫാക്ടർ പൊതുഘടകം പുറത്തേക്ക് എടുത്തപ്പോൾ 2 ഇൻറ്റു ഇവിടെ പിന്നെ ബാക്കിയുള്ളത് എക്സ് പ്ലസ് ഇവിടെ വൈ. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ 90 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു 90 സമം 180. രണ്ട് ചാപങ്ങളുടെയും കേന്ദ്രകോണുകളുടെ തുകയാണ് നമ്മൾ കണ്ടെത്തിയത്. അതാണ് നമുക്ക് 180 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ചാൽ അവയുടെ കേന്ദ്രകോണിന്റെ തുക 180 ആയിരിക്കും. അതുകൊണ്ട് ആ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ചാൽ ഒരു അർദ്ധവൃത്തം, ഒരു സെമി സർക്കിൾ കിട്ടും. രണ്ട് ചാപങ്ങളുടെയും കേന്ദ്രകോണുകളുടെ തുക 180 ആണ്. അതുകൊണ്ട് ഈ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാകും. സിൻസ്
The sum of central angles of the arc APC BQD is 180. They form a semicircle when they joined together.